ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽസമൃദ്ധിയാൽ യേശുബ്രാൻ നിറയ്ക്കട്ടെ. ആമീൻ ആമീൻ. ഇതെന്നോട് എൻ്റെ ദൈവം എന്നെ ഇങ്ങനെയാണ് അനുഗ്രഹിച്ചേക്കണേ. കഷ്ടതയൊന്നുമില്ല. ദൈവത്തേട്ട് വരുമ്പോൾ കഷ്ടതയില്ല. പൊട്ടത്തരങ്ങളൊക്കെ മാറ്റിട്ടോ. ആർക്കല്ലേ എന്തെങ്കിലും. ഞാനൊക്കെ പണ്ടെന്നാ പറഞ്ഞേ, യേശപ്പ എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെ, യേശപ്പൻ ഇങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, യേശപ്പൻ ഇങ്ങനെ എന്നെ ആക്കിയല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ യേശുവിനോട് ചോദിക്കാറുന്നു. എന്താ തെറ്റ് ചെയ്തേ? ഞാൻ തെറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ യേശു ക്രിസ്തുവിലേക്കല്ല നോക്കിയത്. ലോകമോഹങ്ങളിൽ പോയി ഞാൻ കുഴി ചാടിക്കഴിഞ്ഞ് യേശുവിന് കുറ്റം അപ്പടി. നമ്മളെപ്പോഴും അങ്ങനെയാണ്. ലോകം അപ്പടി പാവ യേശുവിന് ഒരു കുറ്റവും ഇല്ലാത്തവനെ കുറ്റക്കാരനായിട്ട് ക്രൂശി തറച്ചു. ഇപ്പോഴും നമ്മൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തരും ഓരോന്ന് വരുമ്പോൾ പറയും എന്നെ ദൈവം പരീക്ഷിക്കണയാ, അത് എനിക്ക് ഒരു ശിക്ഷ തന്നതാ. ദൈവത്തിന് നമ്മുടെ മക്കൾ അസുഖം വരാനോ ദാരിദ്ര്യം വരാനോ നമ്മുടെ മക്കളെ അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കാണ്ടിരിക്കാനാണ്. എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കാനാണ് ഞാൻ ഓർണ. എല്ലാ അമ്മമാരും ഈ ലോകത്ത് എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ എല്ലാവരും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊന്നും വേണ്ട, നമ്മുടെ മക്കൾ എല്ലാ രീതിയിലും ഉന്നതിയിലെത്തണം. അപ്പോൾ കഷ്ടപ്പാട് ദുരിതവും തന്നെ ദൈവത്തിൻ്റെ പുറമെ നമുക്ക് പോകേണ്ട കാര്യമില്ലോ. യെശയ്യാ 35:10 പറയാം, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. സിയോൻ എന്നൊക്കെ പറയണത് അങ്ങനെ നല്ല ഓർത്തേ, ദൈവം വീണ്ടെടുക്കപ്പെട്ടവർ. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം വീണ്ടെടുക്കും. ദയാകരുണയുള്ളതാ. ആ സിയോൻ എന്ന് പറഞ്ഞത് ഇസ്രയേലിനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ ഓർക്കണ്ട. ഉല്ലാസഘോഷത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. കാരണം ദൈവം അനുഗ്രഹിക്കുന്നവരുടെ തലമേൽ നിത്യാനന്ദം ഉണ്ടായിരിക്കും. ആമേൻ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. നമുക്ക് എന്നും നിത്യാനന്ദം എന്ന് പറഞ്ഞാൽ എന്നും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ആമേൻ ആമേൻ. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആമേൻ. അപ്പം ദൈവത്തെ ആശ്രയിക്കുന്നവന് കിട്ടണം. ആ ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്നു കേട്ടോ. പിന്നെ ദുഃഖവും നെടുവീർപ്പും ഉണ്ടാവുമോ? അപ്പം ജീവിതത്തിൽ നമ്മുടെ നിത്യാനന്ദം നമുക്കുള്ളത് ദൈവത്തെ ആശ്രയിച്ചാൽ. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവർ അല്ലാണ്ട് ദൈവത്തിന് ഇനിയും കുറ്റപ്പെടുത്തണ്ട ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. ഇതൊരു ഇങ്ങനെ ഓരോ പീസൊക്കെ ഉള്ള ഒരു സാരീസാട്ടോ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഓണം ഇങ്ങനെ ടെസർ ഇട്ടായിരുന്നു. ഇതും ടെസർ പോലെ ഇരിക്കും, ഫുൾ എംബ്രോയ്ഡറിയുടെ ഒക്കെ. ഈ വിലയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്. എനിക്കിങ്ങനെ കിട്ടി. ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് ഒത്തിരി പേര് അത് ഫുള്ള് തീർന്നു കഴിഞ്ഞ ദിവസം കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഒത്തിരി പേര് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനത്രയും വിലയില്ല. അത് ഫുൾ എംബ്രോയ്ഡറി മെറ്റീരിയൽ, അതുപോലെ ടെസർ പോലെയൊക്കെ ഇരിക്കണം കേട്ടോ. ഒരു ബാംബൂ സിൽക്ക് പോലെയൊക്കെയാണ് എനിക്ക് തോന്നണേ അല്ലേ. ബാംബൂ സിൽക്കിൻ്റെ ഒക്കെ ഒരു മോച്ചായാണ്. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. അരികത്ത് പൈപ്പിംഗ് ഒക്കെ വെച്ച് ഭയങ്കര ഒറ്റ കളറൊക്കെ ഉള്ളൂ. ഓരോന്ന് ഒറ്റ പീസും ഉള്ളൂ. എല്ലാം വേറെ വേറെയാണ്. ദേ കയ്യിലൊക്കെ ഇങ്ങനെ വർക്കുണ്ട്. എത്രയാ? 1599 ഉള്ളേ. 1599 ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ്. നമുക്ക് നല്ല നല്ല സൂപ്പറായിട്ട് ഉടുക്കാം. ഇതിൻ്റെ വില എല്ലാവർക്കും ഇന്ന് വന്നവരെല്ലാം ചോദിച്ചു, ടെസർ തന്നെ ഇങ്ങനെ വിലയ്ക്ക്. അപ്പോൾ മെറ്റീരിയൽ പിടിച്ച് നോക്കിയപ്പോൾ അയ്യോ ഒറിജിനൽ ടെസർ തന്നെയല്ല. ഞാൻ പറഞ്ഞു എനിക്കും അറിയാൻ പാടില്ല. ഒറ്റ പീസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും അവർക്ക് കിട്ടിയതായിരിക്കും. ഇത് കണ്ടോ, നല്ല പിങ്ക് ഫുൾ വർക്കാട്ടോ. ഇങ്ങനത്തെ ബാംബൂ സിൽക്കിൻ്റെ സാരിക്കൊക്കെ 2400, 500, 800 ഒക്കെയാണ്. ഇത് 1500 ഉള്ളൂ. ബ്ലൗസ് പീസേൽ ഇത് പ്ലെയിൻ ബ്ലൗസ് പീസാണ് കൊടുത്തേക്കണേ. ഫുള്ള് വർക്കുണ്ട് കേട്ടോ. ഫുള്ള് വർക്ക്. എന്ത് രസമുള്ള കളറാന്ന് നോക്കുക. ശരിക്കും ടെസറാന്ന് തോന്നുള്ളൂ. 1599 ഉള്ളൂ. എല്ലാം സിംഗിൾ പീസ് ആണ്. അതൊക്കെ കാരണമാണോ ഇങ്ങനെ കിട്ടിയതെന്നും എനിക്കറിയാൻ പാടില്ല. ഇത് കട്ട് വർക്കിൻ്റെ നല്ല കളർ ചാർട്ടേ. എല്ലാവരും വെബ്സൈറ്റിലൊക്കെ ചാടി എടുത്തു വിട്ടല്ലോ. 1, 2 പീസൊക്കെ വെച്ച്, 2, 3 പീസൊക്കെ വെച്ച്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ നിന്ന് ചാടി മാത്രം എടുത്താൽ പോരുന്നു. ഓൺലൈൻ പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ കാര്യം പറയാം. നിങ്ങൾ വാട്സപ്പിൽ അയയ്ക്കുക. അവർ മറുപടി പറയാണ്ടിരിക്കില്ല. മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കുക. 9447575564 എൻ്റെ നമ്പർ കേട്ടോ. ഇവിടെ കടയിലെ ലാൻഡ് ഫോൺ കേടാ. കുറച്ച് ആൾ ഈ വഴി പണിതപ്പേ. ഇനി അതെന്നാ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ. ഞായറാഴ്ച നമ്മുടെ കട തുറന്നാട്ടോ ഇരിക്കണേ. എല്ലാവരും എന്നെ വിളിക്കണ്ടേ. ലാൻഡ് ഫോണുള്ളപ്പോൾ ലാൻഡ് ഫോണിട്ടായിരുന്നു. എല്ലാ ഞായറാഴ്ച നമ്മുടെ തുണിക്കട തുറക്കും.
സൂപ്പർ ഉള്ളപ്പടി വർക്കാണ്. ഒനിയൻ പിങ്കാണ്, നല്ല പേസ്റ്റ് കളർ, നല്ല എംബ്രോയ്ഡറി, പ്ലെയിൻ ബ്ലൗസ് പീസ്. അല്ല, ബ്ലൗസ് പീസിൻ്റെ അരികത്തും വർക്കുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് പെട്ടെന്ന് തീരും കേട്ടോ. ഇത് കുറച്ച് പീസേ ഉള്ളൂ. യുണീക്ക് പീസൊക്കെയാണ്. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പല കളർ, ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇതുണ്ടോ, ഇത് രസമുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറികളും. അതേ ഗ്രാൻഡ് സംഭവം. തുണിയൊക്കെ അതേ ശരിക്കും ആ ടെസർ പോലെ തന്നെ ഇരിക്കണം കേട്ടോ. വില ഇത്രയേ ഉള്ളേ. അപ്പോൾ നല്ലതല്ലേ? നല്ല രണ്ട് വശത്തും വർക്ക്. എല്ലാത്തിനും സെയിം വിലയല്ലേ? എല്ലാം ഡിഫറെൻ്റാണ്. അത് കാരണം ഞാൻ പറയണേ, അവർക്കും കുറച്ച് കിട്ടി തയ്ക്കുന്ന സെയിം എംബ്രോയ്ഡറി ഉള്ളുള്ളതിന് പല അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പണ്ട് വരാറ്. ഐസ്ക്രീം തിന്നിട്ടാണോ എന്നാണ് ചുമ പിടിച്ചു. ഒരു കല്യാണത്തിന് പോയത്, എല്ലാവരും തിന്നണ്ടെന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മളോട് തിന്നണ്ട, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ. തിന്നു ഇതേ ചുമ. കുറേ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചൂടൻവെള്ളം കുടിച്ചാർന്നു. അപ്പം ഒന്ന് കുറഞ്ഞു, പിന്നെ അതിൻ്റെ തീർന്നായിരിക്കും. ഇത് കണ്ടോ, എന്ത് രസമല്ലേ? മുന്തിരി കളർ. ദേ ശരിക്കും ഇത് ഒറിജിനൽ ടെസറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ദേ $1599 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു. അടിപൊളി അടിപൊളി. ഇന്ന് ഇതിൻ്റെ തന്നെ ആ ഒറിജിനൽ ടെസറിൻ്റെ 2ഉം 3ഉം ഒക്കെ ഓരോരുത്തർ വന്നാൽ എടുത്തോണ്ട് പോയേക്കണേ കസ്റ്റമർ. ഈ ബേജ് കളറിൻ്റെ സാരി അന്വേഷിച്ച് എപ്പോഴും ഇവിടെ ആൾക്കാർ വന്നതാട്ടോ. നമുക്കിങ്ങനെ ഒരു ഫങ്ഷൻ, എന്തെല്ലാം ഫങ്ഷൻ ഇത് അത്യാവശ്യം. ഒന്നാമത്തെ ഇപ്പോൾ ബേജ് കളർ നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ. ഇങ്ങനെ ചില കളർ തീമുണ്ടല്ലോ, ബേജ് മാമൂദീസ, അത് തലൂസ പരിപാടി, എല്ലാത്തിനും ബേജ് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത കളറാട്ടോ ഒരു കല്യാണ തീമിന്. നമുക്ക് എപ്പോഴും ഈ സാരി ഉണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ഇനി നമ്മുടെ ഇത് കല്യാണ സാരികളാട്ടോ. നമ്മൾ സാധാരണ കാണിക്കാറുള്ള പിന്നെ ബനാറസ് കാഞ്ചീപുരത്തിൻ്റെ പിന്നെ സെയിം ടോൺ ടു ടോൺ. എത്ര? 1399 ഉള്ളേ. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. ഇതൊക്കെ അതിൻ്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസം. ഈ കളറിനൊക്കെ ഡിമാൻഡ് ആയത് കാരണം നമ്മൾ പല ഡിസൈനുകൾ എടുത്തേക്കണതാണ്. ഇതേ $1399 ആട്ടോ. ഇച്ചിരിയുടെ വ്യത്യാസമുണ്ട്. ഇത് കളറെല്ലാം സെയിമാ. നല്ലൊരു കളർ കേട്ടോ. ബിസ്ക്കറ്റ് കളറിൻ്റെ ഡാർക്ക്. ബിസ്ക്കറ്റ് കളർ തന്നെയാണ്. 1399 ഉള്ളൂ കേട്ടോ. നല്ല സാരികളാണ്. ഇത് നിങ്ങൾ ആ യൂട്യൂബിൽ കയറുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ചിലർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യില്ല, മടി പിടിച്ചിരിക്കും, എന്നിട്ട് കാണാനില്ല എൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അതിൻ്റെ സങ്കടം വരും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ വീഡിയോ കണ്ട് സാധനം എടുക്കണ ഗുണമാണ്. അല്ലാണ്ട് എല്ലാവരും ഓർക്കും സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നത് ഞങ്ങളെപ്പോലെ ബിസിനസ് നടത്തുന്നവർക്കല്ല കിട്ടണേ. അത് ഈ എൻ്റർടൈനേഴ്സില്ലേ, അവർക്കാണ് കിട്ടുള്ളൂ. നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങളിത് യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ കാശുണ്ടാക്കണ കാരണം തരില്ല. അടിപൊളി. ഇതിലൊരു ചെക്ക് ഡിസൈൻ പോലെയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെക്കാണോ ഉള്ളിലത്തെ? അടിപൊളി. ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇവിടെ ബോർഡർ ഉണ്ട്, പക്ഷെ ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ആ 10,000-15,000 രൂപയുടെ കാഞ്ചീപുരം സാരി പോലെ ഇരിക്കൂട്ടോ ഇതൊക്കെ കൊടുത്താൽ. സോഫ്റ്റും ആക്കാനോ ഇല്ല. ഇതൊക്കെ വന്ന് എല്ലാവരും ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയി. അതിന് പോയിട്ട് എല്ലാവരും തന്നെ എനിക്കിതിൻ്റെയൊക്കെ വില അറിയാം. പക്ഷെ ആരും കാഞ്ചീപുരമൊന്നുമല്ല, ഇച്ചിരി അകന്ന റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ കൊടുക്കണം. പിന്നെ കാഞ്ചീപുരം മേടിച്ചവർ പിന്നെ കാഞ്ചീപുരം കൊടുക്കണ്ടേ? അല്ലാണ്ടൊക്കെ ഇനിയത്തെ ഭാവിയിൽ എല്ലാവരും ഇങ്ങനത്തെയൊക്കെ കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ഈ 10,000-20,000 രൂപയ്ക്ക് മേടിച്ച് നമ്മുടെ സാധനം കുറച്ച് കഴിയുമ്പോൾ വേറെ ഫാഷൻ ഇറങ്ങും, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും.
നമ്മുടെ ഇതും 1 യൂണീക്ക് പീസാട്ടോ. നമുക്ക് ബോട്ടിക് സാരികളാണ്. ഇതെത്ര? 2199. 2199. പിന്നെ കോട്ടയാന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് കീച്ചാക്കോട്ടാണ്. അത് മറ്റേ വർക്ക്. ഇത് ആ കോട്ടയുടെ പേര് പറഞ്ഞുള്ള കീച്ചാക്കോട്ട. കഴിഞ്ഞ ആഴ്ച ശരിക്കും പഠിച്ചുകൊണ്ടിരുന്ന എന്താ പൊന്നെ ദൈവനെ ബ്രഹ്മി കഴിക്കണം എന്ന് തോന്നുന്നു. ബ്ലൗസ് പീസ് കേട്ടോ 2000. ഇതോ സെയിം വരാം. 2199 കേട്ടോ. ഇതെത്ര? സെയിം വരാം. ഈ സൈസ് സാരി നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയും വിലയുടെ ഇങ്ങനെ എടുക്കൂലെന്ന് ഓർത്തുകൊണ്ട് വില പ്രയോഗിച്ചിരിക്കുവാണ്. അപ്പം ഇനി കുറേ എടുക്കാം. അപ്പം പോണ കാരണം നമുക്കൊരാശ്വാസമായി. ഇതിന് 2699. ഇത് കാര്യം ഞാൻ കോട്ടയാന്ന് ഓർത്ത കോട്ടയല്ല, ഓർഗൻസ ആട്ടോ. അതിൽ ഫുള്ള് വർക്കാട്ടോ. ഈ സിൽക്ക് ഓർഗൻസ പോലെ സോഫ്റ്റ് ഓർഗൻസയാണ് ബ്ലൗസ് പീസ്. ഇത് നല്ല സൂപ്പർ സാരിയാണ്. 2699. ഇതിനൊന്നും വേറെ പീസില്ല കേട്ടോ. ഇത് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്കിൽ നമ്മുടെ നല്ല അരികത്തൊരു ചെറിയുണ്ട്. നല്ല സോഫ്റ്റ് സിൽക്കാണ്. മുന്താണി ഇങ്ങനെ. ബ്ലൗസ് പീസ് പ്രിൻ്റഡ് ആണോ ഇതിൻ്റെ ബ്ലൗസ്? അല്ല അല്ലേ, പ്രിൻ്റഡ് ആണോ? ആ ചെറുതൊരു സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ലൊരു സാരി. ഇപ്പോൾ ഓറഞ്ച് കളർ ഭയങ്കര ഫാഷൻ കളറല്ലേ. ഒട്ടും കനവുമില്ല. സോഫ്റ്റ് സിൽക്ക്. ഇതൊക്കെ ഈ ഇതുപോലെ ബോട്ടിക് സാരി ആട്ടോ. ഒറ്റ പീസേ ഉള്ളൂ. 1599 രൂപയുള്ളൂ. ഗ്രാൻഡ് സാരി ആട്ടോ. ഒരു ഫംഗ്ഷൻ പോകാൻ ഓറഞ്ച് കളർ ഇട്ടാൽ തന്നെ നമുക്ക് കളർ കിട്ടും. ഞാനൊരു സാരി വർക്ക് ചെയ്യാൻ ഓറഞ്ച് കളർ എടുത്ത് വെച്ചേക്കും. ഇപ്പോഴാണ് ഓർമ്മ. ഇങ്ങനെ വർക്ക് ചെയ്യണേ ആളുടെ ഏൽപ്പിച്ചില്ല. ഇന്ന് വർക്ക് ചെയ്ത് കിട്ടും. നമ്മുടെ ക്രോഷ്യോ സാരി ബോട്ടിൽ ഗ്രീൻ യെല്ലോ 1299. ക്രോഷ്യോനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലോ നമ്മളെപ്പോഴും കാണിക്കണ. മുന്താടിയിലുണ്ട്. സാരിയുടെ ഫുള്ള് ഇങ്ങനെ ബോർഡർ ഉണ്ട്. ഇങ്ങനെ ഈ വസ്തില്ല അല്ലേ. 1299 ഉള്ളൂ. ഒത്തിരി ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് ഓർക്കണേ. മുന്താടിയിലൊക്കെ കാണാവോ ക്രോഷ്യൊക്കെ വർക്ക്? 1299 ഉള്ളൂ. പ്യുവർ കോട്ടനാ. ഒരു കാലത്ത് ഫാഷൻ പോകില്ല. അതിൻ്റെ വേറെ ഒരു ഡിസൈൻ. ചേട്ട പേപ്പറൊക്കെ പോകുന്നതാണ് വിഷമം. കോട്ടൺ സാരി എടുത്ത് കാണിക്കുമ്പോൾ ഇല്ലേ. $1299 ഉള്ളൂ വില. സൂപ്പർ കളറാണ്. ഒരു ബ്രിക്ക് കളർ അല്ലേ. എന്ത് ഗ്രാൻഡ് ഹാഷ്. അടിപൊളി കോമ്പിനേഷൻ. എല്ലാ കളറും കോമ്പിനേഷൻ ഭയങ്കര ഗ്രാൻഡാട്ടോ. ഞാൻ പയ്യെ ഒന്ന് വെക്കണമുള്ളൂ കേട്ടോ. കാരണം ഫോൾഡിങ് ഒക്കെ പോകാണ്ട് മണക്കാൻ പാകത്തിന്. ഇപ്പം എന്നും കാറ്റ് വരുക. ഇന്നലെ മഴ പെയ്യുന്ന ഓർത്തോണ്ട് ഇന്നത്തെ കാറ്റ് മഴേനെയും കൊണ്ട് പോയി. ഇതൊക്കെ ചൂട് കുറഞ്ഞോ? എൻ്റെ പൊന്നോ ചൂട്. മെറൂണും പച്ചയും ബ്ലൗസ് പീസ്. ഇവിടുത്തെ കാണിച്ചില്ലേലും കുഴപ്പമില്ല അല്ലേ. ഈ ക്രോഷ്യോ വർക്കൊക്കെ കണ്ടല്ലോ അല്ലേ.
ഫുള്ള് ക്രോഷ്യോ ബോർഡർ അപ്പടിയുണ്ട്, മുന്താണിയലുണ്ട്. ബ്ലൗസിൻ്റെ അരികത്തൊന്നുമില്ല. അത് ഉണ്ട് ബ്ലൗസിൻ്റെ അരികത്തുമുണ്ട്. അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. 1299 ഉള്ളൂ. ഈ ഇത് 1299 രൂപയ്ക്ക് അവർ 2 ദിവസം പണിതാൽ ആ ഹാൻഡ് വർക്ക്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 ദിവസം ഹാൻഡ് വർക്കുകാർക്ക് എത്ര രൂപയാണ് ശമ്പളം? ഏത് കാട്ടിലിരുന്ന പാവങ്ങൾ തയ്ക്കണമായിരിക്കും. അതാ പറയണേ. ഒരു ദിവസം ഒരു അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ പേര് പറയില്ല, ഈ പെണ്ണുങ്ങൾ എന്തോ ഒരു സാരി എടുക്കണേ, ഒരു മഹാഭാവം പോലെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ സാരി എടുക്കണ പെണ്ണുങ്ങൾ ഇപ്പം എനിക്കൊരു വിഹിതം കിട്ടും, എനിക്ക് തരുന്നയാൾക്ക് കിട്ടും. ഇത് നൂലിൽ നിന്ന് ഇവിടെ പകർത്തിയവനും ഒരേ ആ കാശിൻ്റെ വീതം വെച്ച് ചെല്ലും ഈ 1299. അപ്പോൾ എനിക്ക് കിട്ടും. ഇവിടെ കടയിൽ നിൽക്കുന്നവർക്ക് ദൂരം മനുഷ്യർക്ക് ഇതിൻ്റെ ഇത് കിട്ടണേ. അങ്ങനെ നമ്മൾ പൈസ ബാഗിലിട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഇങ്ങനെ ശമ്പരം തന്നെ താലന്ത് എങ്ങനെ കളയാണ്ട് ബാങ്കിലിട്ട് അങ്ങനെയല്ല. നമ്മളിത് ചിലവഴിക്കുമ്പോൾ അനേകർക്ക് അനുഗ്രഹമാവുള്ളൂ. ചിലവഴിക്കാൻ വേണ്ടിയാണ്. അത് ഈ അംബാനിക്ക് ഒത്തിരി കാശ് കൊടുക്കണമെന്ന് തോന്നുന്നു. അവർ ഒത്തിരി പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒത്തിരി പേർക്ക് ജോലി കിട്ടുമല്ലേ. അവർ കാശുണ്ടാക്കി അടുത്തടുത്ത പ്രസ്ഥാനങ്ങളുണ്ടാവും. എന്തോരം കോടിക്കണക്കിന് മനുഷ്യർക്ക് ജോലി. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് സിൽക്ക്, ഒരു ബനാറസ് ബുട്ടയാട്ടോ. ഇതിൻ്റെ ഗുണം എന്നാ വെച്ചാൽ അതേ നമ്മുടെ സിൽക്കിൽ ബനാറസ് ഇങ്ങനെ ഇങ്ങനെ ബുട്ട ത്രെഡ് വർക്കുണ്ട്. ഇതിന് 1599 രൂപയുള്ളൂ. ബ്ലൗസ് പീസ് എന്ത് സെയിം തന്നെയാട്ടോ. ബ്ലൗസ് പീസ് 1599. സൂപ്പർ സാരിയാണ്. നല്ലൊരു വെറൈറ്റി കളറും. ഇപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബർ വരെ നമുക്ക് കല്യാണ തിരക്കുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇതൊക്കെ കണ്ട വില കുറഞ്ഞ സാരിയാണെന്നോട് ഓർക്കൂല. ബ്രൗണിൽ ഒരു വെറൈറ്റി നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. പലർക്കും പല ടേസ്റ്റാലോ. ഒരു ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട്. 1599 രൂപയുള്ളൂ. ബ്ലൗസ് പീസ് ആ സെയിം റണ്ണിങ് തന്നെയാണ്. നല്ല കളേഴ്സൊക്കെ. ചാമ്പങ്ങ പീച്ച്. ഞാൻ പറയില്ല, ഇത് ഇടുമ്പോൾ നമ്മുടെ മുഖം ചുമന്നിരിക്കുന്നു. ഇത് കണ്ടോ, കാന്താവർക്ക് സാരി. നമ്മുടെ സ്ഥിരം സാരിയാണ്. 1199. പ്ലെയിൻ ബ്ലൗസ് പീസ് അരികത്തതും. ഇത് ഹാൻഡ് വർക്കാട്ടോ. ഇത് എന്തോരം ഇരുന്നാലായിരിക്കും വർക്ക് ചെയ്യണത്. നിങ്ങൾ ചിന്തിച്ച് നോക്കതേ. ഇത് ഫുള്ള് ഇത് ചിലത് ഇങ്ങനെ പടാതിരിക്കണം സ്റ്റാർച്ച് ചെയ്തിട്ടാട്ടോ. ഇത് അവർ എംബ്രോയ്ഡറി ചെയ്തിട്ട് സ്റ്റാർച്ച് ചെയ്ത് തേച്ചാൽ നമുക്ക് തന്നെ. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാട്ടോ. ഇതൊന്നെടുക്കുന്നവർ പിന്നെ എടുക്കണത് എന്തുകൊണ്ടാണ്? ഈ സാരി എത്രയോ കാലമായി വിൽക്കുന്നു. പിന്നെ ഇങ്ങനെ എടുക്കണേ എന്തുകൊണ്ടാണ്? ഇത് ഉടുത്ത് കാണുമ്പോൾ അടുത്ത ആൾക്ക് എടുക്കാനും തോന്നും, വേറെയും കൂടെ ഒരെണ്ണം എടുക്കാൻ തോന്നും. ഫാഷൻ പോകാണ്ട് നിൽക്കണതിൻ്റെ ഇതിൻ്റെ ഗുഡ് റിസൾട്ട് കാരണമല്ലേ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ. ഇത് മുന്താണി. ഇത് ഇവിടെ ഡിസൈൻ വ്യത്യാസമാണ് ഈ കളറിൽ. ഇതൊക്കെ പുതിയ കളേഴ്സ് വന്നു, അത് കാരണം അതിൻ്റെ കൂടുതൽ എടുത്തതാണ്. ഇതൊക്കെ നമുക്ക് സ്ഥിരമുള്ള കളേഴ്സാണ്. ഇത് ഉടുത്ത് കണ്ടാൽ ഭയങ്കര രസമാട്ടോ. നിങ്ങൾ ധൈര്യസമേതം പിന്നെ നമുക്ക് തന്നെത്താൻ വാഷ് ചെയ്യാം. ഇതുപോലെ വടി പോലെ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർച്ച് ചെയ്താൽ മതി. ഇല്ല വടി പോലെ എടുക്കണമെങ്കിൽ ഒന്ന് കഴുകിയാൽ മതി. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത സാരിയാണ്. 1199 ഉള്ളൂ. നല്ല പിങ്ക്. നല്ല ലൈറ്റ് ഗ്രീൻ. സൂപ്പർ സംഭവമാണ്. കുറേ കളേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ കളറോടും കാണിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ റോയൽ ബ്ലൂ ഒക്കെ റെയറായിട്ട് കിട്ടണേ കേട്ടോ. ബോട്ടിൽ ഗ്രീൻ. പിങ്ക് ഒന്നും കിടപ്പുണ്ടായിരുന്നു. ഒരു പിങ്ക് കാണിച്ചല്ലേ? ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു.
ബോട്ടിൽ ഗ്രീൻ. സമയം പോകും. 20 ഇനി ഒത്തിരി സാരി കാണിക്കാനുണ്ട്. ഒരു മഞ്ഞ കാണിച്ചിട്ട് പിന്നെ എല്ലാം കളറ് കാണിക്കാം. നല്ലൊരു ലൈറ്റ് പീച്ച്, നല്ല രസമുള്ള കളർ കേട്ടോ. പണ്ടിങ്ങനത്തെ പൂവില്ലായിരുന്നോ എന്നാ തലയിൽ നമ്മൾ പട്ടത്തിപ്പൂവിൻ്റെ കളർ. പട്ടത്തിപ്പൂവ്. ഓ, പഠിക്കണം എന്നല്ലായിരുന്നു പണ്ട് ചിന്ത. പട്ടത്തിപ്പൂവും മുല്ലപ്പൂടെ ചുറ്റി കോളേജിൽ പോകണം, വായും പൊളിച്ച് നടന്ന് എൻ്റെ പൊന്നെ എന്നൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ, കളക്ടറായേനെ. എല്ലാം ഇപ്പം പെട്ടെന്ന് പിള്ളേർ +2 സ്കൂളിട്ട് മാറ്റിയത് എന്താണെങ്കിലും കേരളം രക്ഷപ്പെട്ടു പോയി. ആ ബോധമില്ലാത്ത കാലത്ത് +2 കോളേജിൽ പോയി. ഞാനൊക്കെ ജയിലിൽ നിന്ന്, ഞങ്ങളുടെ നിർമ്മല ഹൈസ്കൂളിൽ ഞാൻ മോശം പഠിച്ചത്. എൻ്റെ പോലെ ജയിൽ പോലെയായിരുന്നു. വീടായാലും വലിയ ജയിൽ. കോളേജിൽ ഇട്ട് ചെന്നപ്പോൾ എന്തായിരുന്നു, 2 വർഷം ഞാൻ ക്ലാസ്സിലും കയറിയില്ല. +2 ഗ്ലാമറിൽ തോറ്റ എന്ത് കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത് ജയിച്ചതെന്നറിയാമോ. പിന്നെ ഞാൻ വിഷമിക്കാണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മമ്മൂട്ടി എന്നാൾ പറഞ്ഞിട്ട് +2 തൊട്ട്. അന്നത്തെ കാലത്ത് എല്ലാ ഉഴപ്പിലും +2 നോക്കും. ബുദ്ധിയൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ +2 മാത്സ് എഴുതിയപ്പോൾ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു, തോറ്റ് തുന്നാരം പാടിയായിരുന്നു. ബേജ് കളറേ 1199. ഇനി അത് വേറെ കാണിക്കാം. ഇത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളേഴ്സ് വരുമ്പോൾ നല്ല കളേഴ്സ് കിട്ടുള്ളൂ. അത് കാരണം ഇത് ബോത്ത് സൈറ്റ് ആട്ടോ. ബോത്ത് സൈറ്റം സൂപ്പർ സംഭവമാണ്. ബോത്ത് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈനർ സാരി. സോറി, അത് ബോത്സിലാണ് വന്നത്. ഞാനത് കാരണം ബോത്ത് സൈറ്റം എന്ന് ഇവിടെ എവരോട് പേരറിയാൻ പറഞ്ഞിട്ടതാണ്. ഡിസൈനർ സാരി എന്നാണ് പറയാറ്, ഞാൻ മറന്നുപോയി. ഇത് മാത്രം ബോക്സി വന്ന കാരണം 999 ഉള്ളൂ കേട്ടോ. സെയിം കളറാണ്, നല്ല ഇച്ചിരി കളർ വ്യത്യാസം. നല്ല രസമുള്ള സാരി കേട്ടോ. 999 സൂപ്പർ സാരി. നമുക്കിപ്പോൾ ഒത്തിരി പേര് സാരിക്ക്, ഇപ്പം എനിക്ക് തോന്നുന്ന ഫംഗ്ഷന് കുഞ്ഞു പിള്ളേരും മുതൽ എല്ലാവരും സാരി കൊടുക്കേണ്ടത് തോന്നും. 999. ഇത് മെറൂണും ഗ്രീനൂടെ നല്ല കോമ്പിനേഷൻ. നല്ല രസമുള്ള സാരികളൊക്കെയാണ്. 999 ഉള്ളൂ, പെട്ടെന്ന് എടുത്തോ. അടിപൊളി സാരിയാണ്. കളേഴ്സൊക്കെ കണ്ടല്ലോ. ഇനി ഒരു സിൽക്കി കോട്ടയുടെ സാരിയാണ് കേട്ടോ. എന്തായോ സിൽക്കി കോട്ടയുടെ നല്ല സാരിയാണ്. കുഞ്ഞു പുട്ടാ ഡിസൈൻ. സിമ്പിൾ ആൻഡ് കമ്പിൾ. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. എത്ര? 799 ഉള്ളൂ. ഇതൊരു മിക്കവാറും അടിയായിരിക്കും. നല്ല സൂപ്പർ സംഭവം. എന്ത് രസമുള്ള കളറാ അല്ലേ. നല്ല കളേഴ്സ്. 799. എല്ലാം പെട്ടെന്ന് എടുത്തോ. സാരി എടുക്കാനുള്ളവർ നമ്മുടെ എടുത്തിട്ട് പോലെ ഇത്രയും വമ്പിച്ച കളക്ഷൻ എവിടെ കിട്ടാനാണ്. നല്ല പറക്കി എടുത്തേക്കണം. നല്ല ബ്രിക്ക് കളർ. മെയ് 6 നമ്മുടെ കടയുടെ ഉദ്ഘാടനം. എപ്പോഴും ഇങ്ങനെ ഒരു സ്വപ്നമായിരുന്നു. യേശുമ്പരാൻ ആ സ്വപ്നം സാക്ഷാത്കരിച്ച് തരുക. അപ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഒരു സ്വർണ്ണക്കട തുടങ്ങാൻ പറ്റുമെന്ന്. നമ്മളെ മെയിൻ ക്യാഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ സപ്പോർട്ടും തരാൻ യേശുമ്പരാൻ എൻ്റെ മകനെയും ഒക്കെ ഇങ്ങനെ അനുഗ്രഹിച്ച് എല്ലാവരും ഇങ്ങനെ. അപ്പോൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവരും ഓർക്കുന്നത് ഈ കട അങ്ങോട്ട് മാറ്റുമെന്നാണ് മറുപടി പറഞ്ഞ് മടുത്തു. നമുക്ക് പുതിയ ഇത് സ്വർണ്ണക്കടയാട്ടോ നമ്മൾ തുടങ്ങണേ. ഇതിൻ്റെ 690 രൂപയുള്ളൂ. ഞാൻ സ്വർണ്ണക്കടയായിട്ട് പോയതാണ്. ഓക്കെ, നിങ്ങൾ എന്നായാലും വന്നം. എല്ലാവരും ചോദിക്കുക കട ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് വന്നിട്ടൊന്നും എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം?
നിങ്ങൾ കട ഉദ്ഘാടനത്തിന് വാന്നേ. ഇല്ലാണ്ട് വരുന്നവരെല്ലാം എടുക്കണമെന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. കാണും. 690 രൂപ പ്യുവർ കോട്ടൺ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് പ്യുവർ കോട്ടൺ ആണ്. ഈ വേനക്ക് ഇതൊരു ഈ വേനക്ക് എൻ്റെ ദൈവമേ തുണി കൊടുക്കലൊരു ഭയങ്കര പ്രശ്നമല്ലേ. പണ്ടത്തെ പോലെ മുണ്ടും ബ്ലൗസും ഒക്കെ വരുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ കൊച്ചുങ്ങളൊക്കെ സൂര്യപ്രകാശം ഇങ്ങനെ അല്ല സൺലൈറ്റ് അടുപ്പിക്കണമെന്നല്ല, ലൈറ്റ് അടുപ്പിക്കില്ലേ. അപ്പോൾ ഈ ഡ്രസ്സിങ്ങിൻ്റെയൊക്കെയാണ് മൂടി പൊതിച്ചൊക്കെ വയറൊക്കെ കാണിച്ച് വെയിലൊക്കെ കാണിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ആരോഗ്യപരമായിട്ട് മുണ്ടും ബ്ലൗസും ഒക്കെ ആവുമായിരിക്കും പഴയ കാലത്തായിട്ട്. ഭർത്താവ് അതിനൊരു മുണ്ടിന് പകരം വല്ല മിടി പോലെയൊക്കെ ആയിരിക്കും, ഷോർട്ട് ബ്ലൗസും ഒക്കെ ആയിരിക്കും. അവരെല്ലാം ഡ്രസ്സ് സങ്കല്പിക്കുക. അല്ലാണ്ട് ഈ പുകയിപ്പോൾ എന്ത് ചെയ്യും? അല്ല ഈ ഫോർട്ടാജും പോലെ വരുമായിരിക്കും. വേനക്ക് നമ്മൾ മുണ്ടും മിടിയും ഇവിടെ വരെയുള്ള ബ്ലൗസൊക്കെ ഇട്ട് ഫ്രീ ആയിട്ട്, മഴക്കാലത്ത് നമ്മൾ വേറെ ഒരു ഡ്രസ്സ്. അവരങ്ങനെയൊക്കെയല്ലേ, നമുക്കും അങ്ങനെയൊക്കെ ആകണം. ഇപ്പം എല്ലാവരും നിങ്ങൾ ഓർക്കുമായിരിക്കും, എന്നാൽ ഞാനത് ഇട്ട് കാണിക്കാനല്ലേ, നിങ്ങളിട്ടാലും ഞാനിടുള്ളൂ. വീഡിയോ കൊടുക്കുമൊക്കെ കേൾക്കണ്ട. 690 ആട്ടോ സാരി. ഇത് കണ്ടോ, ഒഴുക്കൻ സാരി ആട്ടോ, 550 രൂപയുള്ളൂ. അതെ, സ്കേർട്ട് ബ്ലൗസ് ഹാഫ് സാരി എന്ത് വേണേലും അടിക്കാൻ സാരി കൊടുത്തിട്ട് 550 രൂപയുള്ളൂ. ബ്ലാക്കിൽ എന്തെങ്കിലും വർക്കുണ്ട്, ഒരു ജുവലിനൊക്കെ ഉള്ള ഒരു ബ്ലൗസൊക്കെ ഇട്ടാൽ ഇതുപോലെ ഒരു കമ്മലും അങ്ങ് ഇട്ടാൽ ഫങ്ഷനുമായി 550 രൂപയായി ഉള്ളൂ. ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളറ് പ്ലെയിൻ ഇങ്ങനെ ക്ലോസ് നെക്കോ ജുവൽ നെക്കോ സ്ലീവ്ലെസ്സോ ഒക്കെ ഇട്ടാൽ ബ്ലൗസിൽ ഒത്തിരി ഉണ്ടല്ലേ. എനിക്ക് അങ്ങനെ കൂട്ടി അങ്ങനത്തെ ബ്ലൗസ്. അതിൻ്റെ ഈ തടി കാരണം എന്നാ ചെയ്യും? എന്ന് തടിക്ക് കുറ്റം പറയും ഞാൻ. എന്നാൽ തീറ്റ കുറയ്ക്കണ്ടേ? എന്നാലേ ആങ്കി കൂഴച്ചക്കപ്പഴം. അയ്യോ, ഇന്ന് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് വഴി ഞാൻ കൂഴച്ചക്കപ്പഴം നിന്ന് കേട്ടാ വിശ്വസിക്കുക. ഈ പ്രായത്തിൽ അയ്യോ എന്തോരം അതിൻ്റെ കുരു അപ്പടിയും പാകണം. വീട്ടിൽ കൂടെ നിറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. 550. എന്ത് രുചിയുള്ള കൂഴച്ചക്കപ്പഴാണോ. അയ്യോ എല്ലാവരും വരിക്കച്ചക്കയല്ലേ തിന്നുള്ളൂ. എനിക്ക് കൂഴച്ചക്കപ്പഴം ഇഷ്ടമുള്ളൂ. നല്ല കളേഴ്സിട്ട് ഞാൻ ചക്കപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞ് സാരിയിൽ ശ്രദ്ധ പോട്ടെ. ഞാനിപ്പോൾ വർത്തമാനം പറയണമെന്ന് എല്ലാവരും പരാതി പറയും. പെണ്ണുങ്ങൾ പറയിപ്പിക്കാന്നിട്ടാണ് ഇതെല്ലാം പറയാൻ തുടങ്ങുമ്പോഴത്തേന് പെണ്ണുങ്ങൾ കോമഡി പറയണമെന്ന് നോക്കുക. എൻ്റെ കോമഡിയിൽ നിർത്തിക്കളണേ അവളമാരാട്ടോ. നിങ്ങൾ വാട്സപ്പിൽ അവരെ ചീത്ത പറ. പറ്റതി കമൻറ്റ് ഇടുന്നതുണ്ടോ? സമയം എത്രേ? 28. അത് അടുത്ത തവണ കാണിക്കാൻ ബാക്കിയുള്ളത്. എന്നും വീഡിയോ ഇടുമല്ലോ, എന്നും വീഡിയോ ഇടാൻ വേണ്ട യേശപ്പ. അപ്പം ഇട്ടിട്ട് പോലെ എല്ലായിടും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത്. എൻ്റെ ദൈവമേ, മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ പ്രവർത്തിപ്പിക്കുന്ന അവകാശം എന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഞാനൊന്നും തന്നില്ലല്ലോ എന്ന് ഓർക്കണ്ട. എന്നായാലും ആർക്കെന്ത് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ലൈക്കൊക്കെ അടിക്കും കേട്ടോ. എനിക്കറിയാവുന്ന എല്ലാം ഇപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളല്ലാണ്ട് മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി അത് ചെയ്യാൻ പറയാൻ ശരിയല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും യേശുമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.